കോഴിക്കോട് പന്തീരങ്കാവ് ടോൾ പ്ലാസയിൽ ടോൾ നൽകാതെ വാഹനങ്ങൾ കടന്നുപോകുന്നത് പതിവാകുന്നു. ദിവസേന 100ഓളം വാഹനങ്ങളാണ് ടോൾ പ്ലാസയിൽ സ്ഥാപിച്ചിരിക്കുന്ന ബൂം ബാരിയർ മറികടന്ന് ടോൾ നൽകാതെ പോകുന്നത്. ഇത് ചോദ്യം ചെയ്യുന്ന ജീവനക്കാരെ പലപ്പോഴായി വാഹനത്തിലുള്ളവർ മർദ്ദിക്കുന്നതും പതിവാണ്. ദേശീയപാതയായ NH66 കോഴിക്കോട് പന്തീരങ്കാവിൽ ജനുവരി മാസം മുതലാണ് ടോൾ പ്ലാസ പ്രവർത്തനം ആരംഭിച്ചത്. ടോൾ പ്ലാസ ആരംഭിച്ചത് മുതൽ നിരവധി വാഹനങ്ങളാണ് ടോൾ നൽകാതെ കടന്നുപോകുന്നത്. പലപ്പോഴും ടോൾ പ്ലാസയിൽ സ്ഥാപിച്ചിരിക്കുന്ന ബാരിയർ തകർത്തുകൊണ്ടാണ് വാഹനങ്ങൾ കടന്നുപോകുന്നത്. ടോൾ അടയ്ക്കാതെ കടന്നുപോകുന്ന വാഹനങ്ങൾ തടഞ്ഞ ജീവനക്കാരെ വാഹനത്തിലുള്ളവർ മർദ്ദിക്കുന്ന സംഭവവും പതിവാണ്. ഒരിക്കൽ മദ്യപിച്ചെത്തിയ ഒരു കൂട്ടം യുവാക്കൾ ടോൾ അടയ്ക്കാതെ കടന്നുപോകാൻ ശ്രമിച്ചത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് ടോൾ മാനേജരെ മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചു. മർദ്ദനത്തിൽ മറ്റൊരു ജീവനക്കാരന്റെ കൈയൊടിഞ്ഞ് ചികിത്സയിലാണ്. ഞങ്ങളോട് ചോദ്യം ചെയ്യലാണ് സർവീസ് റോഡ് ഇവിടെ റോഡ് പണി കഴിഞ്ഞു. NHAന്റെ റൂൾസ് പ്രകാരം 80% പണി കഴിഞ്ഞാൽ അവർ ടെൻഡറിന് വിടുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കമ്പനി ടെൻഡർ എടുത്തത്. അപ്പോൾ ഈ ഭാഗ ചോദ്യങ്ങളായിട്ട് ഞങ്ങളടുത്ത് വരേണ്ട. സർവീസ് റോഡ് PWന്റെ കീഴിലും NHAന്റെ റോഡ് അവരുതാണ്. ഇത് ഞങ്ങൾ ടോൾ പിരിക്കുന്ന ഒരു കൺസെഷൻ കമ്പനിയാണ്. അതുപോലെ മനസ്സിലാക്കാതെ നിങ്ങൾ വെറുതെ സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് പറയും. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ ട്രാഫിക് പോലീസ് ടോൾ പ്ലാസയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. CCTV ദൃശ്യങ്ങളുടെ സഹായത്തോടെ ടോൾ നൽകാതെ കടന്നുപോകുന്ന വാഹനങ്ങളുടെ വിവരങ്ങൾ ജീവനക്കാർ ട്രാഫിക് പോലീസിന് കൈമാറും. ട്രാഫിക് പോലീസാണ് തുടർ നടപടികൾ സ്വീകരിക്കുക. കൂടാതെ ടോൾ പ്ലാസയിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ ഹാൻഡ് ഗൺ ഉപയോഗിച്ചാണ് ഇപ്പോൾ ടോൾ പിരിവ് നടത്തുന്നത്. ന്യൂസ് മലയാളം, കോഴിക്കോട്.